ണം വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിങ് നടത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്ന ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഫെനിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. ഫെനി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇങ്ങോട്ട് പരിചയപ്പെടുന്നു. അപ്പോൾ രാഹുലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഫെനീൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ചൂരൽമല ഫണ്ടിങ്ങിൽ ഇങ്ങനെ കൂപ്പൺ ചാലഞ്ച് ഉണ്ട്, കൂപ്പൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഫെനിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കുഞ്ഞെ നഷ്ടപ്പെട്ടതും എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും രാഹുൽ എൻ്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തതും എന്നെ സ്ലട്ട് ഷെയിം ചെയ്തതും എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോൾ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ സാരിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാരോടും എനിക്ക് പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിയുടെ ചോദിച്ചു, ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ, വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ, നീ എൻ്റെ അടുത്ത് സത്യം പറയണം, ഞാൻ നിന്നെ ഒരു അനിയനെ പോലെ കാണുന്നത്, നീ ഒരു ചേച്ചിയെ പോലെ കാണുന്നത്, നീ എൻ്റെ അടുത്ത് സത്യങ്ങളെ പറയണം എന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തന്നുകൊണ്ടിരുന്നത് രാഹുലിന്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആളുടെ ഫാൻസാണ്, അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ്, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും ഒരു റീഅഷുറൻസ് തരുന്നത്. 2025 ഓഗസ്റ്റിലാണ് ഞാൻ ചാനൽസിലൂടെയാണ് എന്നെപ്പോലെ വേറെയും സ്ത്രീകളുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിയുന്നത്. അതെനിക്ക് വളരെ ഞെട്ടലായിരുന്നു. അതുവരെ എൻ്റെ വിചാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്യുമ്പം എന്നെ ഫെനി വിളിക്കും, അയാൾ തകർന്നിരിക്കുകയാണ്, അയാൾ മെന്റലി ഭയങ്കര പ്രശ്നത്തിലിരിക്കുകയാണ്, ഡൗൺ ആയിട്ടിരിക്കുവാണ്, ഈ കൂടെ നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഫെനിയുടെ അടുത്ത് പറഞ്ഞു, ഫെനി എൻ്റെ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫെനി പറഞ്ഞു, ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കഴിയട്ടെ, ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ 4 എണ്ണം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫെനിയുടെ അടുത്തേക്ക്, ഫെനി നീ എൻ്റെ അടുത്ത് സത്യം പറ, എൻ്റെ കുഞ്ഞിനെ പോലെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഫെനിയുടെ അടുത്ത് ചോദിക്കുന്നത്. ഫെനി പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം ഫേക്കാണ്, വേണമെങ്കിൽ ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ ഞാൻ തന്നെ തെളിവുകൾ തരാം എന്നൊക്കെ ഫെനി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ട്രോമാസും കൊണ്ടും എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കൂടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഫിസിക്കലി ആൻഡ് മെന്റലി. ഇതൊക്കെ ഫെനിക്കറിയാം. ഫെനീൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയോ? അവനറിയാം ഇതിന്റെ റീസൺ ഈ രാഹുലാണെന്നറിയാം. ഈ അറിയുന്ന ഫെനി തന്നെയാണ് ഇപ്പൊ എന്നെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇവരെല്ലാവരും ഒരേ കൂട്ടുകാരനെ ഇപ്പൊ രക്ഷിക്കേണ്ടത് അതിന്റെ അത്യാവശ്യമായതുകൊണ്ട് എനിക്കിത് അത്ഭുതമൊന്നും തോന്നുന്നില്ല. വിചാരിച്ചു